ഒരുത്തൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്നതെന്തിന്? കാണുന്ന പ്രത്യാശ അല്ല. അപ്പോൾ നമുക്ക് വിശ്വാസവും പ്രത്യാശയുമായിട്ടുള്ള വ്യത്യാസം പിടികിട്ടും. വീടിന് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നീ വിശ്വസിക്കുന്നത് നീ കാണും, പ്രാപിക്കും. മറുവശത്തോ കാണാത്തതൊന്ന്, തേജസ്. ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്തത്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനുള്ള ഉറപ്പ് ഇതിലുള്ളത് കിട്ടും. ലോകമനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടാണോ വീട് മേടിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ പഠനം, സമ്പത്തുണ്ടാക്കുന്നതല്ല. പക്ഷെ വിശ്വാസിക്കുന്നത് ഇങ്ങനെ. കാരണം വിശ്വാസത്തിൽ നീ വർദ്ധിക്കുന്നതനുസരിച്ച് നീ അറിയാതെ ആശയ്ക്ക് വിരോധമായ ഒരാശ നിന്റെ അകത്ത് വളരും. നീ പ്രത്യാശിക്കുന്നവനാകും. നിനക്ക് ലജ്ജിച്ചു പോകാൻ കഴിയില്ല. ഈ ലോകത്തിലെ കോടീശ്വരന്മാരും സൂപ്പർ താരങ്ങളും രാഷ്ട്രീയക്കാരും അധികാരികളും ലജ്ജിച്ചു പോകാം. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിൽ ആശ വയ്ക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല.